ആ അല്ല എല്ലാരും കൂടെ മൂക്കുത്തിയപ്പാ അത് ആന്റിക്ക് എങ്ങനെ അറിയാം? ഓ അമ്മ അവിടെ ഉണ്ടല്ലേ അപ്പോ? ഭവാനിയമ്മ ഗേറ്റിന്റെ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നില്ല, അങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നില്ല. അവസാനം ഒരു തരത്തിൽ ഞാൻ രാമും കൂടെ സോപ്പ് ഇട്ടിട്ട് ആ സിറ്റൗട്ടിൽ വിളിച്ച് ഇരുത്തിയിട്ടുണ്ട്. ഓ അവിടെ ഇരിക്കട്ടെ, സമാധാനം. അവിടെ ഉണ്ടല്ലോ. അല്ല മൂക്കുത്തി കിട്ടിയ? മൂക്കുത്തിയൊന്നും കിട്ടിയില്ലെന്നേ. ഞങ്ങളിപ്പോൾ തപ്പാൻ ഒരു സ്ഥലമില്ല. വേസ്റ്റ് ഇടില്ലേ അവിടെ, ഇവിടെ തൂത്തുവാരി വേസ്റ്റിന് അവിടെ അവരെ നോക്കിയില്ല വെച്ച് പോയിട്ട്. ഈ റൂമിന് ഇനി നോക്കാൻ സ്ഥലമില്ല, വീട് മൊത്തം അരിച്ചിറക്കി. അങ്ങനെ ഒരു മൂക്കുത്തി ഈ വീട്ടിലില്ല. ഭവാനി അമ്മ ആ മൂക്കുത്തിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. ആ മൂക്കുത്തി കാണാനില്ല പറഞ്ഞതുകൊണ്ടാണ് ഭയങ്കര വിഷമത്തിലാണ് ഇപ്പോൾ. ആ വിഷമത്തിൽ നിങ്ങളെയൊക്കെ വായി തോന്നിയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതിൻ്റെ വിഷമത്തിലാണ് ഇപ്പോൾ ഭവാനി അമ്മ. ആ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. ആ വിഷമം നമുക്കും ഉണ്ട് നന്നായിട്ട്. ഞാനും തിരിച്ചെന്തൊക്കെയോ പറഞ്ഞ്. അല്ല നമുക്കിതൊന്ന് സോൾവ് ചെയ്തൂടെ? ഇത് സോൾവ് ചെയ്യാനൊന്നും ഇല്ല റാം. ഇപ്പം അമ്മയ്ക്ക് വിഷമം വന്ന് അമ്മ എന്തോ പറഞ്ഞു, എനിക്ക് വിഷമം വന്ന് ഞാനും എന്തോ പറഞ്ഞു. രണ്ടുപേരും വിഷമം മാറുമ്പോൾ സംഭവം ക്ലീൻ. അല്ല അത് കറക്റ്റാണ്, പക്ഷെ പെട്ടെന്ന് മാറും തോന്നുന്നില്ല. എന്നോട് പറഞ്ഞ എന്താ അറിയുന്നേലു, നീലു അടിച്ചു പുറത്താക്കിന്ന് വീട്ടിൽ നിന്ന്. സത്യം ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ നീലു തന്നെ വിളിച്ചാലേ വരുള്ളൂ. ഭയങ്കര ദേഷ്യത്തിലാട്ടോ. ദേഷ്യവും വാശിയും എൻ്റെ അമ്മയ്ക്ക് നല്ല കൂടുതലാണ്. അമ്മയുടെ വാശി അറിയണമെങ്കിൽ ഇതേ ചോദിച്ചു നോക്ക്. നല്ല വാശിയില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വാശിയൊക്കെ അങ്ങ് മാറി ആൾ തിരിച്ചു വരികയും ചെയ്യും. അത് വേറെ സത്യം. അപ്പൊ നീലുവിന് പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഉണ്ടോ? നിനക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ആ മൂക്കൂത്തിയുടെ കഥ വല്ലതും പറഞ്ഞായിരുന്ന? അത് ഞങ്ങൾ മാത്സ് അറിയാൻ വേണ്ടി ട്രൈ ചെയ്തു, തിരിഞ്ഞു മറിഞ്ഞൊക്കെ ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല. അപ്പൊ ആ മൂക്കൂത്തിയുടെ പുറകിൽ എന്തോ നിഗൂഢമായ കഥ ഉണ്ടല്ലോ അമ്മ. ഉറപ്പാണ്. നിഗൂഢതയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം അതല്ലല്ലോ വിഷയം. മൂക്കുത്തി കണ്ടുപിടിക്കണം, അമ്മ ഇവിടെ വരുത്തണം. എന്തായാലും ഭവാനിയമ്മ നല്ല വിഷമത്തിലാട്ടോ. വിഷമമൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നേ. അമ്മ പറഞ്ഞതിൽ എൻ്റെ വിഷമവും മാറിയിട്ടൊന്നുമില്ല. എൻ്റെ വിഷമം ഒത്തിരി കുറയട്ടെ, ഞാൻ വന്ന് വിളിച്ചോളാം അമ്മ. ഏതായാലും തൽക്കാലത്തേക്ക് കാര്യങ്ങളൊക്കെ സോൾവ് ആയല്ലോ. അപ്പൊ നമുക്ക് ഇറങ്ങാം. അങ്ങളെ, അമ്മൂമ്മ എങ്ങാനും നല്ല മൂഡിലേക്ക് വരുവാണെങ്കിൽ ആ മൂക്കുത്തിയുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ, അതൊന്ന് ചോദിച്ചറിയണേ. ആ ഇപ്പൊ ഞങ്ങൾ ചോദിച്ചാൽ പറയൂ അമ്മൂമ്മ? ചോദിച്ചു നോക്കാം, അത് അതിന്റെ മിടുക്ക് പോലെ ഇരിക്കും. എന്നാ ചോദിക്കാല്ലേ? മാത്സ് ചോദിച്ചു നോക്കാം. എന്നാ ശരി നോക്കാം. ശരി നീലു. അപ്പൊ അമ്മൂമ്മ ഹൈമാൻഡിയുടെ വീട്ടിലിരിക്കുകയാണ്. ഞാൻ പോകുമ്പോൾ വിളിക്കാം. അച്ഛാ. ഇല്ല അച്ഛാ, വെറുതെ വിളിച്ചതാ. എന്തുണ്ട് വിശേഷം? ആ അച്ഛാ, ഇവിടെ അമ്മ ചെറിയൊരു കലിപ്പിലാണ്. അല്ല, അമ്മയുടെ ഒരു മൂക്കൂത്തി കാണില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൂട്ടുകാരുടെ അടുത്തും എൻ്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് ഉടക്കിയതേ. ഇപ്പോൾ അപ്പുറത്ത് ഹൈമയുടെ ഒക്കെ വീട്ടിൽ പോയിരിക്കുക. ആണോ? ഓ അത് ശരി. ആ അച്ഛാ, ഇല്ല ഇല്ല ഇല്ല, ഞാൻ പറയില്ല. ഇല്ല പറയില്ല. അല്ല അച്ഛാ, ഇത് ഏത് മൂക്കൂത്തിയാണ്? എനിക്കറിയില്ലല്ലോ. ഇത് ഏത് മൂക്കൂത്തി? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ഇല്ല, എനിക്കറിയണ്ട. ശരി ശരി. ആ ഇല്ല, പറയില്ല പറയില്ല. അഞ്ചാറ് കഥ വേറെ അങ്ങോട്ടോ പോയി. ആ അച്ഛൻ പറയാണ്, അച്ഛനിലുണ്ടെന്ന് ആ മൂക്കൂത്തി. ട്വിസ്റ്റ്. ഭവാനിയമ്മേ, സത്യം പറയാലോ, നീലുവിന് ഭവാനിയമ്മയുടെ ദേഷ്യവും പിണക്കൊന്നുമില്ല. ഞങ്ങൾ പോയി പ്രശ്നം എല്ലാം പരിഹരിച്ചിട്ടുണ്ട്. നീലിമ തന്നെ വന്ന് ഭവാനിയമ്മയെ വിളിക്കും. എന്നിട്ട് പോയാൽ മതി. അവൾ ആദ്യം വന്ന് വിളിക്കട്ടെ. പക്ഷെ പോണോ വേണ്ടായെന്നേ ഈ ഭവാനി തീരുമാനിക്കും. ഭവാനി അമ്മേ, ഇങ്ങനെ വാശി പാടില്ല. നീലിമ വന്ന് വിളിക്കും, അപ്പോൾ സന്തോഷത്തോടെ കൂടെ പോകണം. ഓക്കെ? എൻ്റെ സ്വഭാവത്തിന് ഞാൻ പോകത്തില്ല, പക്ഷെ മക്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ പോവാം. അത് മതി. ഭവാനിയമ്മ മക്കളല്ലേ പറയുന്നത്. നീലിമ അവിടെ കുട്ടികളുടെ എന്തോ തിരക്കിലാണ്. ഉറപ്പായിട്ട് വന്ന് വിളിക്കും. എന്നിട്ട് പോയാൽ മതി. എന്താ? അയ്യോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഉണ്ട്. എന്തുവാ? മൂക്കുത്തിയോ? നിങ്ങളോട് ഇതാര് പറഞ്ഞു? ഓ, ഉടനെ തന്നെ മോളെ വിളിച്ച് അപ്പം തന്നെ എല്ലാം അങ്ങ് പറഞ്ഞു വച്ചോ? ഇല്ല, കളഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ഞാൻ മൂക്കുത്തിയും കൊണ്ടേ വരത്തുള്ളൂ. നിങ്ങൾ വെച്ചിട്ട് പോയേ. ആ കളഞ്ഞു പോയെങ്കിൽ കളഞ്ഞു പോയി. ഇപ്പം എന്താ വേണം? നിങ്ങളുടെ കയ്യിലുണ്ടോ? ചുമ്മാ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയല്ലേ. എന്നിട്ടെന്താ നിങ്ങൾ എന്നോട് ആ വിവരം പറയാഞ്ഞ, വിളിച്ച് പറയാഞ്ഞെന്താ? ഷോ, ഞാൻ അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയെന്നറിയാവോ? ശരി, എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യമായിട്ട് അതില്ലാതെ ഒരിടത്ത് പോകുന്നത്. എന്നാലും നിങ്ങൾക്ക് എന്നോടൊന്ന് പറയാമായിരുന്നു. ആ നിങ്ങൾ ഫോൺ വെക്ക്. ആ ശരി ശരി. ആ വെക്കുവാണേ. അതെ,
ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമോ? എന്തു പറ്റി? അത് മൂക്കുത്തി പടവലത്ത് അങ്ങേരുടെ കയ്യിലിരിപ്പുണ്ട്. അടിപൊളി. എന്നിട്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായതല്ലേ? അത് ഞാൻ അങ്ങനെ മക്കളെ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൻ്റെ കീഴ്മേലും ഒന്നും ഞാൻ നോക്കത്തില്ല. എന്തൊക്കെയാ പറയുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും സാധനം കിട്ടിയല്ലോ. അതെ. എന്നാലേ ഞാനിനി അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ, പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിക്കണ്ടായോ? അല്ലെ, പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളും കൂടി വരണോ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. പിന്നെ അവിടെ എന്തൊക്കെ നടക്കുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. ശരി എന്നാൽ ഇനി അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയാണോ? എനിക്ക് ബാഗൊന്നും വേണ്ടേ? തിരക്കിൽ എവിടെയാ പായുന്നത്? അയ്യോ, ഈ സംഭവം കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലേ എല്ലാം അങ്ങ് മതി മറന്നുപോയി. ഇനി അവിടെ എന്തൊക്കെ നടക്കുമോ എന്തോ. ഒന്നും നടക്കില്ല. പോയിട്ട് വരാം. ശരി ശരി, ഓക്കെ. എൻ്റെ ഈശ്വര, ഇപ്പം എനിക്ക് സമാധാനമായത്. സാധനം കിട്ടിയല്ലോ. കിട്ടിയല്ലോ. അവിടെ ബഹളം നിൽക്കുമല്ലോ. അമ്മേ, അമ്മ, അമ്മേനെ കാണാൻ ആരോ ഒരാൾ വന്നേക്കണോ? എന്നെ കാണാനാ? ആ, അമ്മേനെ തന്നെ കാണണമെന്നാ പറയണെങ്കിൽ വന്നേ. എന്നെ കാണാൻ ആര്? എന്ത് അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ആരതിയൊക്കെ വേണോ? മക്കളെ, അമ്മൂമ്മ അറിയാതെ പറഞ്ഞു പോയതാ, ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. പിന്നെ അതെനിക്ക് അത്രയും വേണ്ടപ്പെട്ട സാധനമായതുകൊണ്ട് അത് കണ്ടില്ലെന്ന് പറഞ്ഞപ്പോഴേ പിന്നെ എനിക്ക് എന്തുവാ ഞാൻ പറഞ്ഞതെന്നോ എന്തുവാ ചെയ്തതെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല മക്കളെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട മക്കളെ. ക്ഷമിക്കുമോനെ, ക്ഷമിക്കണം. എൻ്റെ പൊന്നോനല്ലേ, എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കേ. അമ്മയ്ക്ക് അത്രയും വേണ്ടപ്പെട്ട സാധനമുള്ള അമ്മയുടെ മൂക്കുത്തി, അതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടപ്പെട്ടതാണല്ലോ എൻ്റെ ഈ മക്കളും. അതെ അതെ, ഞാനേ ഇനി ഒന്നും ഇവരോട് പറയത്തില്ല. വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട്. അമ്മയായിപ്പോയി. പിള്ളേരെല്ലാം ആയിരുന്നെങ്കിൽ രണ്ടടിയും കൊടുത്ത് ഞാൻ തേറ്റിയിരുത്തിയാനിപ്പം. അത് നീ കാര്യമാക്കണ്ട. നീ വേണമെങ്കിൽ രണ്ട് തല്ലിക്കൂ. എനിക്കറിയാലോ അമ്മയുടെ സ്വഭാവം. എന്നിട്ട് വേണം തള്ളയെ തല്ലി എന്നും പറഞ്ഞ് എന്നെ പ്രാവാനായിട്ട്. എന്നിട്ട് അമ്മയുടെ മൂക്കുത്തി കിട്ടിയ അത് പടവലത്തുണ്ടെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞായിരുന്നു. ഈ മൂക്കൂത്തിയുടെ പിന്നിലെ രഹസ്യം എന്താണ്? എടി, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഇതെനിക്ക് അങ്ങേര് വാങ്ങിച്ചു തന്നതാ. ആര്? അച്ഛനാ? പിന്നല്ലാതെ ആര്? പിന്നെ അച്ഛന് ആദ്യമായിട്ട് എനിക്ക് മേടിച്ചു തന്നതാ. അതുകൊണ്ടാണ് അതിന് ഇത്രയും ഇതൊക്കെ കാണിക്കുന്നത്. ഓ, റൊമാൻസ്. ഇത്രയും കഥകളൊക്കെ അവിടെ നടക്കണ്ടായിരുന്നല്ലേ? ഓരോ കഥകൾ ഇങ്ങനെ ചുരുളഴിഞ്ഞ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. പെണ്ണ് കാണാൻ പോയി, ചോക്ലേറ്റ് പോലത്തെ ഒരു പയ്യൻ, ആപ്പിള് പോലത്തെ ഒരു പയ്യൻ. അത് നമ്മളിങ്ങനെ രസിച്ച് അടുത്ത കഥയും കൊണ്ട് വന്നു. ഇനി എത്ര കഥയുണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും പിന്നിൽ? ഒന്ന് പോടി അവിടെ നിന്ന്. അതെ, ഞാൻ എവിടെ പോയാലും ആ മൂക്കുത്തി എൻ്റെ കൂടെ കൊണ്ടുപോകും. എന്തിനാണെന്നറിയോ? അതെൻ്റെ കയ്യിലുണ്ടെങ്കിൽ അങ്ങേരെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ് എനിക്ക്. ഇതൊക്കെ എപ്പോ? ഇതൊന്നും ഞാൻ അറിയണുണ്ടായിരുന്നില്ലല്ലോ. അതിപ്പോൾ എല്ലാ കാര്യവും നിന്നോട് പറയാൻ പറ്റുമോ? ഓ, അത് ശരിയാണ്. ഇവരെ രഹസ്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ പറ്റും. അതെ അതെ അതെ. ഓ, അതേ ഉള്ളു കാര്യം, അല്ല വേറെ കാര്യമൊന്നും. യുവമിഥുനങ്ങള്. നാളെ കണ്ടാ ഹാർട്ട് ടച്ചിങ് ലവ് സ്റ്റോറി. അപ്പൊ കഥ ഇങ്ങനെയാണ്. ഈ കഥ പറയാൻ മടിച്ചിട്ടാണ് അച്ഛൻ എൻ്റെ അടുത്ത് ചൂടായത്. അമ്മ, നമ്മുടെ അച്ഛൻ ഇതേപോലെ അമ്മയ്ക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ അച്ഛൻ എനിക്ക് കല്യാണത്തിനൊന്നും ഞാൻ ഇട്ടിരുന്ന ഗോൾഡ് ഉണ്ടല്ലോ, അത് പിറ്റേ ദിവസം തന്നെ കൊണ്ട് പണയം വെച്ച് അതിൻ്റെ റെസിപ്റ്റാണ് അച്ഛൻ ആദ്യമായിട്ട് എനിക്ക് തന്ന ഗിഫ്റ്റ്. ഓ, ഇതാണ് ട്രൂ ലവ് സ്റ്റോറി.